രാത്രി ഇങ്ങനെ സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. രാവിലെ ഒരു വന്ന് ഡോറ് മുട്ടിയപ്പോഴാണ് ഞാൻ ഇരിക്കണേ. പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് അഭിനാണെങ്കിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്നും അനോഷ് അഭിന്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്നും പിന്നെ ഒരു മൂന്നാള് ഒരേ വൈബായത് തന്നെ പെട്ടെന്ന് കണക്ട് ആയെന്നും അറിഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലായി. ഇന്നെപ്പോലെ ട്രാവലിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരല്ലേനും. അനഘ ഹാഫ് ബീഹാറി ഹാഫ് മലയാളം. ആൾക്ക് ഇപ്പോൾ 23 വയസ്സ്. ഈ വയസ്സിനിടക്ക് ആള് പോകാത്ത പ്ലേസ് ഒന്നുമില്ല. ആൾക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവെങ്കിലും സംസാരിക്കാൻ അറിയില്ലേനി. അതേപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവെങ്കിലും സംസാരിക്കാൻ ഓവർ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മളെ പഞ്ചാബി ഹൗസിലെ ദിലീപിനെ പോലെ ജബായി ജബായി പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇവര് മൂന്നാളും നല്ല കമ്പനി ആണെങ്കിലും ഞാൻ പെട്ടെന്ന് അഭിനയിച്ചായിരുന്നു കണക്ട് ആയത്. ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറെ ഉണ്ടാവും. ഒറ്റ വാക്ക് പറയുകയാണെ ഈ ചാർലി ഫിലിമിലെ ദുൽഖർ ആയിരുന്നു മൂപ്പര്. ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു. മറ്റുള്ളവരെ ഹാപ്പിയാക്കി സ്വയം ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യൻ. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരെ ട്രിപ്പ് കൊണ്ടുപോകുന്ന ഒരു പേജ് ഉണ്ടെന്നും അങ്ങനെ ഒരുപാട് ആൾക്കാരെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഓര് പറയുന്ന ഓരോ കാര്യങ്ങൾ വണ്ടർ ലോകത്ത് നിൽക്കുന്ന ഒരു ചെറിയ കുട്ടീനെ പോലെ ഞാൻ അങ്ങോട്ട് കേട്ടുന്നു. ഞങ്ങളെ ചിന്താഗതിന്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് കമ്പനി ആവാൻ വലിയ ടൈമൊന്നും വേണ്ടി വന്നില്ല. ഞാൻ ഓരോ സ്ട്രേഞ്ചേഴ്സിന് കളിയാക്കി വിളിച്ചപ്പോൾ ഓരിനെ സോളോ ട്രാവലർ ഒന്നും കളിയാക്കി വിളിച്ചു. ഓർക്കും എനിക്കും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ ബാഗ് എടുത്ത് മൂന്നാറിലേക്ക് വിട്ടു.